ഈ അദൃശ്യമായ കാര്യങ്ങൾ പഠിച്ചവനല്ലാത്തവരും അറിയില്ലേ? പഠിച്ചവനല്ലാത്തവരും മഹാന്മാരും അറിയില്ലേ? അറിയാം. പിന്നെ ഇപ്പൊ ഒരു മൗലവി പറഞ്ഞല്ലോ, ഈ അല്ലാത്തപോലെ അദൃശ്യമായ കാര്യങ്ങൾ അറിയില്ല. മുസ്ലിയാക്കന്മാർ അയാൾ വീഡിയോ കേൾപ്പിച്ചാൽ അതിൽ പറയണ ഇങ്ങനെയൊക്കെയാണ്, അദൃശ്യമായ കാര്യങ്ങൾ പഠിച്ചവനല്ലാത്തവർ അറിയൂല. കാര്യങ്ങൾ അമ്പിയാക്കന്മാരും സ്വാലിഹീങ്ങളും അറിയും. അല്ലാഹു പറയാണ് ലാ യഅലമു, അറിയില്ല. മുസ്ലിയാക്കന്മാർ പറയാണ് അറിയും. ഇത് അബദ്ധമാണോ അല്ലേ ശുൽക്കാണോ അല്ലേ നിങ്ങൾ ചിന്തിക്കണം സഹോദരന്മാരെ. ഇനിയോ അല്ലാഹു സുബ്ഹാനഹു വ തആല അഥവാ അയാൾ പറഞ്ഞെന്താ വെച്ചാല് അള്ളാഹ്ക്ക് മാത്രമേ ഗൈബ് അറിയുള്ളൂ, വേറെ ആൾക്ക് അറിയില്ല. ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് ഉസ്താദൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, മഹാന്മാർക്കും എന്ത് ചെയ്യും ഗൈബ് അറിയുമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് തെറ്റാണ്. കാരണം ഖുർആനിൽ എന്താ പറഞ്ഞത്? അള്ളാഹ്ക്ക് മാത്രമേ എന്തറിയുള്ളൂ, ഗൈബ് അറിയുള്ളൂ എന്നുള്ളതാണ് എന്ത് ചെയ്തത് ഖുർആനിൽ പറഞ്ഞത് അല്ലേ? നമ്മൾ ആ ഖുർആൻ മൂപ്പര ഓതി ആയത്ത് നമ്മൾ വിശദീകരിച്ചു കൊടുക്കല്ലേ, അതൊക്കെ മഹാന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഇവരുടെ പ്രശ്നം എന്താ അറിയോ? ഇവർ ഖുർആനും ഹദീസും അതിന്റെ പുറമെ പ്രത്യക്ഷം മാത്രം നോക്കും. അതിനെക്കുറിച്ച് ഇമാമിയങ്ങൾ എന്ത് പറഞ്ഞു, അതിനെക്കുറിച്ച് അറിവുള്ള ആൾക്കാർ എന്ത് പറഞ്ഞു ഒരു നോക്കൂല. തള്ളപ്പെട്ടതാണ്. അവർക്ക് 4 മദ്ഹബിന്റെ ഇമാമില്ല, ഒന്നുമില്ല. ഖുർആൻ ഇങ്ങനെ നേരെ പരിഭാഷ നോക്കി വായിക്കുക, തോന്നിയണം പറയാം. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, 2 നിന്ന് പോയി 4 നിന്ന് 8 പോയി 12ഉം 14 ഒക്കെ ആയത്. വേറെ അർത്ഥം വരുന്നത്. ഇങ്ങനെ ഓരോന്ന് അടിക്കടി മാറിക്കൊണ്ടിരിക്കുന്ന തൗഹീദ് ജിബ്രീൽ ഇങ്ങനെ ഇടയ്ക്ക് വരാന്ന് പറഞ്ഞല്ലോ, അതേ രൂപത്തിലുള്ള അവസ്ഥയാണ്. ഏതായാലും നമ്മൾ മൂപ്പർ ഓതി ആയത്ത് എന്താ വെച്ചാല് ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ് എന്ന മൂപ്പർ ഓതിയത്. അല്ലാഹു തആലാക്ക് മാത്രമേ ആ ഗൈബ് അറിയുള്ളൂ. ഇത് മഹാന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇമാമുൻ നവവി റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബിൽ ഫതാവൻ നവവിയിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. എന്താണ് അവിടുന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞ ചോദ്യമാണ്, മാ മഅന ഖൗലിഹി തആല, അള്ളാഹുവിൻ്റെ വാക്കിൻ്റെ അർത്ഥം എന്താണ്? എന്താ വാക്ക്? അള്ളാഹുവിൻ്റെ കലാം എന്താണ്? ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർളി അൽ ഗൈബ ഇല്ലല്ലാഹ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്നൊരു ചോദ്യം. ആ ചോദ്യത്തിന് മറുപടി പറയണതായിട്ട് മഹാന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. ആ ഫതാവയിൽ ബഹുമാനപ്പെട്ട ഇമാമുൻ നവവി റളിയല്ലാഹു അൻഹു ചോദ്യത്തിന് മറുപടി കൊടുക്കുന്നുണ്ട്. അൽ ജവാബു, മറുപടി, മഅനാഹു, അതിൻ്റെ അർത്ഥം ലാ യഅലമു ദാലിക ഇസ്തിഖ്ലാലൻ വഇൽമ ഇഹാതതിൻ ബികുല്ലിൽ മഅലൂമാതി ഇല്ലല്ലാഹ് എന്ന് വെച്ചാൽ അല്ലാഹു തആല സ്വന്തം അർത്ഥത്തിൽ അഥവാ സ്വയം എന്നുള്ള നിലക്ക് അല്ലാഹു തആലാക്ക് മാത്രമേ അദൃശ്യം അറിയുകയുള്ളൂ. ഇസ്തിഖ്ലാൽ എന്ന് വെച്ചാൽ മറ്റൊരാളുടെ സഹായം കൂടാതെ അദൃശ്യം അറിയാൻ കഴിവുള്ളത് ആർക്ക് തന്നെ ഉള്ളൂ? അത് അല്ലാഹു തആലയ്ക്കുള്ളൂ. അതിൻ്റെ അർത്ഥമാണ് ഏത്? ആ അർത്ഥമാണ് ഖുർആനിൽ പറഞ്ഞത്. ഇയാളിപ്പോൾ ഓതി ആയത്ത് പറഞ്ഞല്ലോ ഖുർആനിൽ പറഞ്ഞത്. എന്നാൽ കേട്ടോളി ബാക്കി. അമ്മൽ മുഅ്ജിസാത്തു വൽ കറാമാത്തു, ഇപ്പോൾ ചോദിച്ചല്ലോ നബിതങ്ങൾക്കൊക്കെ അദൃശ്യം അറിയല്ലോ മുഅ്ജിസത്തിന്റെ ഭാഗമായിട്ട്. അമ്മൽ മുഅ്ജിസാത്തു വൽ കറാമാത്തു ഫഹസ്വലത് ബിഇലാമില്ലാഹി തആല ലിൽ അംബിയാഇ വൽ ഔലിയാഇ ലസ്തിഖ്ലാലൻ, അതൊക്കെ അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും ഉണ്ടാകണ കറാമത്തും മുഅ്ജിസത്തും അഥവാ അദൃശ്യമായി മുഅ്ജിസത്തിലൂടെയും കറാമത്തിലൂടെയും ഗൈബ് അറിയുക എന്നുള്ളത് ലസ്തിഖ്ലാൽ, അത് തനിച്ചല്ല. അല്ലാഹു തആല ഗൈബ് അറിയും പോലെ മറ്റൊരാളുടെ സഹായം ഇല്ലാതെ അറിയല്ല. പിന്നെ എങ്ങനെയാണ് അവർക്ക് ഗൈബ് അറിയുന്നത്? ആരറിയിച്ചു കൊടുക്കാണ്? അല്ലാഹു തആല അറിയിച്ചു കൊടുക്കാണ്. അപ്പോൾ ഖുർആനിൽ അർത്ഥം അല്ലാഹു തആല മാത്രമേ ഗൈബ് അറിയൂ എന്ന് പറഞ്ഞാൽ ഇസ്തിഖ്ലാലൻ എന്ന് വെച്ചാൽ മറ്റൊരാളുടെ സഹായമല്ല, മറ്റൊരാൾ അറിയിച്ചു കൊടുക്കാണ്ട് അറിയുന്ന ആൾ അല്ലാഹു തആല മാത്രമാണ്. അതേ സമയത്ത് ഔലിയാക്കളും അമ്പിയാക്കളും ഒക്കെ അറിയണത് അവർക്കും ഗൈബ് അറിയും. എങ്ങനെ? അല്ലാഹു തആല അറിയിച്ചു കൊടുത്തിട്ട് അറിയും, തനിച്ചല്ല, ഇസ്തിഖ്ലാലനല്ല. അതാണ് ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് ഉസ്താദ് കിതാബിലൊക്കെ പറഞ്ഞ മഹാന്മാർ അറിയും എന്ന് പറഞ്ഞതിൻ്റെ ലക്ഷ്യം അതാണ്. അവരൊക്കെ കിതാബ് ഓതി പഠിച്ചവരാണ്, അവരൊക്കെ മഹാന്മാരുടെ വാക്കുകൾ കണ്ടവരാണ്, ഈ പറയുന്ന ഖുർആനിക ആയത്തും കണ്ടവരാണ്. ഈ പറയുന്ന മൗലവി മാത്രമല്ല ആ ഖുർആൻ ആയത്ത് കണ്ടത്. അതാണ് പ്രശ്നം. ഇവർ മാത്രമേ അത് കണ്ടിട്ടുള്ളൂ, വേറെ ആരും കണ്ടിട്ടില്ല എന്നുള്ളൊരു ധാരണയിലാണ് പറയണത്. ഇമാമികൾ രേഖപ്പെടുത്തി. ആരാ? ഇമാമുൻ നവവി റളിയല്ലാഹു അൻഹു ആണ് പറയണത്. വലിയ മഹാനാണ്. ആ മഹാനെ കുറിച്ച് പറയാൻ ഒരുപാട് പറയാനുണ്ട്, നമുക്ക് പിന്നെ പറയാം ഇൻഷാ അല്ലാഹ്. നവവി ഇമാമാണ് ആ പറഞ്ഞത്. എന്ത്? അല്ലാഹു തആലാക്ക് ഗൈബ് അറിയും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സ്വന്തം അർത്ഥത്തിൽ അല്ലാഹു തആലാക്ക് മാത്രമേ ഗൈബ് അറിയുള്ളൂ. അപ്പോൾ മഹാന്മാർക്ക് ഗൈബ് അറിയും എന്ന് പറഞ്ഞാലോ അത് അല്ലാഹു തആല അറിയിച്ചു കൊടുത്താൽ അറിയും. അതേ സുന്നികളെ വിശ്വാസമുള്ളൂ. അതാണ് ഈ ഉസ്താദ്മാരൊക്കെ രേഖപ്പെടുത്തി വെച്ചത്. ഇതാണ് അതിൻ്റെ വസ്തുത. അപ്പോൾ ഇവർക്ക് എന്താന്ന് വെച്ചാൽ ഖുർആൻ ആയത്ത് ഇങ്ങനെ ഓതുക, അതിൻ്റെ പരിഭാഷ ഇങ്ങനെ വായിക്കുക, എന്താണ് അതിനെക്കുറിച്ച് തഫ്സീറുകളിൽ രേഖപ്പെടുത്തി വെച്ചതൊന്നും അവർക്ക് അറിയണ്ട. ഇതാണ് വഹാബിസം എന്ന് പറയുന്നത്. നാശത്തിലേക്കെന്ന് പറയാറുണ്ടല്ലോ, അതെന്ന് വെച്ചാൽ 8ഉം 12ഉം 14ഒക്കെ. എന്താ കാരണം? മെയിൻ കാരണം അതാണ്. ഖുർആൻ നോക്കുക, സ്വന്തം നോക്കുക, അറബി കുറച്ച് പഠിക്കും, എന്നിട്ട് ഖുർആൻ നോക്കും, എന്നിട്ട് അതിന് അർത്ഥം വെക്കും, എന്നിട്ട് അങ്ങനെ പറഞ്ഞു കൊടുക്കും. അപ്പം മറ്റേ ആൾ വേറെ അർത്ഥം വെക്കും. അപ്പം ഇങ്ങനെ ആട്ടും ഇങ്ങോട്ടും മാറിയിട്ട് എന്ത് ചെയ്യാണ്? ഓരോരുത്തർ വെച്ചിട്ട് ഈ രൂപത്തിലാകാണ്. അതാണ് ഇപ്പോൾ ഇത് സംഭവിച്ചത്. അല്ലെങ്കിൽ കിതാബിൽ നോക്കിയ ഈ വിഷയങ്ങളൊക്കെ കിട്ടൂലേ? ഇതാണ് അതിൻ്റെ യാഥാർത്ഥ്യം ഓർമ്മപ്പെടുത്തുന്നത്.